രാധികമോളുടെ മുമ്പില് ഇനി ഒരു കള്ളത്തരവും നടക്കില്ലെന്നറിയുമ്പോ ഐശ്വര്യയുടെ തീരുമാനം കടുത്തതായിരിക്കും അല്ലേ അടുത്തി? അതിൽ സംശയമൊന്നുമില്ല. അത് ചിലപ്പോ മോളെ അപകടപ്പെടുത്തുന്ന സാഹചര്യം വരെ വന്ന് നിൽക്കാം. പെറ്റമ്മ കൺമുന്നിൽ വന്ന് നിന്നാ ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കുക അവള്. നിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുക അവളുടെ മനസ്സും. പിന്നെ എങ്ങനെ അടുത്തി ഞാനത് തുറന്നു പറയാ? പണ്ടൊരിക്കൽ അവളെ സംരക്ഷിക്കാൻ പറ്റാതെ പോയതാ എനിക്കും എൻ്റെ അഖിൽ സാറിനും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി തന്നെയാണോ വീണ്ടും കണ്ടുമുട്ടിയത്? ശ്യാമേ, ഗതികേട് ആലോചിക്കുമ്പോ കരഞ്ഞു പോവാ ഞാൻ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ നിഷേധിച്ച ആ നിമിഷം ഞാൻ അവസാനിച്ചു പോവും. അല്ലെങ്കിൽ അവൾക്കാണ് ആ വിധി. ഞാനൊരു കാര്യം പറഞ്ഞ അത് ശ്യാമ ചെയ്യോ? എന്താ? ഇത്രയും കാലം ഐശ്വര്യ ചെയ്യുന്ന വൃത്തികേടെല്ലാം അറിഞ്ഞിട്ടും ശ്യാമ അവളുടെ മുന്നിൽ തല കുനിച്ചു നിന്നില്ലേ? ധൈര്യമുണ്ടോ ഐശ്വര്യയുടെ മുന്നിൽ തല ഉയർത്താൻ? അവളുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ? ശ്യാമയുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യക്ക് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ? രാധികമോളുടെ മുന്നിലല്ലേ അമ്മയായിട്ട് പ്രത്യക്ഷപ്പെടാൻ തടസ്സമുള്ളൂ. പക്ഷേ ഐശ്വര്യയുടെ മുന്നിലാകാലോ. പറഞ്ഞു കൊടുക്കണം ശ്യാമേ. ഇത്രയും കാലം ഫിദയുടെ വേഷത്തിൽ അവളെ സംരക്ഷിച്ച ഐശ്വര്യ വിളിച്ചു പറയുമായിരിക്കും. പറയട്ടെ, എല്ലാം തിരിച്ചറിയുമ്പോ രാധിക മോൾ എന്നിൽ നിന്ന് അകലാൻ തീരുമാനിച്ചാലും